അല്ലോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നു മുതലാണ് മുസ്ലിം ലീഗിന് മദ്യം ഹലാലായത്? ഹറാമല്ലേ? ഇതൊക്കെ നിരോധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള ആളുകളല്ലേ ഈ മുസ്ലിം ലീഗിലെ ആളുകൾ. പക്ഷെ ഇപ്പൊ അവരുടെ അവസ്ഥയാണ് പരിതാപകരം. അവര് നിയമസഭയിൽ ഇരുന്ന് വിയർക്കുക. കാരണം പൂക്കി മുഖ്യമന്ത്രി അതാ മദ്യത്തിനൊക്കെ നികുതി കുറയ്ക്കുന്നത്, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുന്നത്. നേരെ തിരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബാറുകൾ ഓപ്പൺ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു തല്ല്. ഈ നികുതി കുറയ്ക്കുന്ന പരിപാടിയിലും കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. അതൊക്കെ ബക്കാടി കമ്പനി എന്തൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടെന്ന കാര്യങ്ങളൊക്കെ ആരൊക്കെയോ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇനിയുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ചെറിയ കരക്കമ്പിയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ മുസ്ലിം ലീഗിനെ തേച്ചൊട്ടിക്കണം നിങ്ങൾക്ക് കാണുന്ന അത് നിയമസഭയിൽ കേട്ടോളി. ഇതാണ് അവസ്ഥ. എന്താ ചെയ്യുക? PM ശ്രീ കടലിലും അല്ല കായലിലും അല്ല പോക്കറ്റിലായ അവസ്ഥയാണ് എന്നുള്ളതാണ്. അപ്പോ അടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബക്കാടിയുടെ വില കുറയ്ക്കുക, സോറി നികുതി കുറയ്ക്കുക. പെട്രോളിന്റെ നികുതി കുറയ്ക്കുന്ന പറഞ്ഞാ കേറിയിട്ടുള്ളത്, കുറയ്ക്കൂല കേട്ടാ. അപ്പോ നേരെ അതാ ലീഗ് വധം കേടാ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് നേരെ അപ്പുറത്തിരിക്കുന്നുണ്ട്. മദ്യനിരോധനമായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊക്കെ പ്രതിപക്ഷം പറഞ്ഞിരുന്നത്. ഇപ്പോ വീര്യം കുറഞ്ഞ മദ്യം ഹലാലായോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അദാനി മോദി നെക്സസിനെ കുറിച്ച് ഏറ്റവും ശക്തമായി പറയുകയും എന്നെ അയോഗ്യനാക്കിയത് അദാനിക്കെതിരെ സംസാരിക്കാതിരിക്കാനാണ് എന്ന് പറഞ്ഞതും രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധി എതിർത്ത, അതിന്റെ പേരിൽ അയോഗ്യനാക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആ അദാനിയുടെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്ന് മുഖ്യമന്ത്രിയായ ശ്രീ VD സതീശൻ എങ്ങനെ പോയി എന്ന് അറിയണ്ടേ? അതുകൊണ്ടാണ് VM സുധീരനും KC വേണുഗോപാലും അടക്കമുള്ളവർ ഇതിൽ സംശയം പറയുന്നത്. ഞങ്ങൾക്ക് മാത്രമല്ല സംശയം. ബഡ്ജറ്റ് രേഖയിൽ പറയുന്നു സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് എന്നാണ് പറയുന്നത്. പിന്നീട് മുഖ്യമന്ത്രി ഇവിടെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു പ്രീമിയം അടക്കേണ്ടി വരും. വളരെ പാവപ്പെട്ടവരായ ആളുകൾക്ക് പ്രീമിയം വേണ്ട, ബാക്കിയുള്ളവർക്ക് പ്രീമിയം അടക്കേണ്ടി വരും. ബാക്കിയുള്ളവർ, പണമുള്ളവർ ഇപ്പോൾ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം അടച്ചു വാങ്ങുന്നുണ്ട്. എന്തിനാണ് അവരെ കമ്പൽസറി ആക്കിയിട്ട് സർക്കാർ ഒരു കമ്പനിയെ കൊണ്ടുവന്ന് കേരളത്തിലെ മുഴുവൻ ആളുകളെ കൊണ്ടും പ്രീമിയം അടക്കണമെന്ന് പറയുന്നത്? ഏത് കമ്പനിക്ക് വേണ്ടിയാണ് എന്നവിടെ വെളിപ്പെടുത്തണം. ഇന്ന് 1 ലക്ഷം രൂപയുള്ളത് ചിലപ്പോ 10 ലക്ഷമായി ആ ഇൻഷുറൻസ് അടിച്ചു മാറ്റാൻ പ്രൈവറ്റ് ആശുപത്രികൾ നോക്കിയാൽ, നാളെ ഇൻഷുറൻസ് ഇല്ലാതെ ഒരാൾ ആശുപത്രിയിൽ ചെന്നാൽ ആ ചികിത്സക്ക് ചെലവ് കൂടിയാൽ, വിദേശ രാജ്യങ്ങളിലെ പോലെ ഇൻഷുറൻസിന് വേണ്ടി കാലങ്ങളോളം കാത്തിരുന്ന് ചികിത്സ നേടേണ്ട സാഹചര്യം വന്നാൽ ആരാണ് ഉത്തരം പറയുക? അതിനുള്ള കൃത്യമായ ഗൈഡ് ലൈൻ ഉണ്ടോ? ഉണ്ടാക്കേണ്ടതുണ്ട്. വെറും 10 കോടി മാത്രമാണ് അതിനനുവദിച്ചിട്ടുള്ളത്. എന്നാൽ അദാനിയുടെ ഈ മേഖലകൾ, ബ്ലൂ ഇക്കോണമി അടക്കമുള്ള മേഖലകളിലേക്ക് 1500 കോടിയിലധികം വരുന്ന തുകയുടെ മാറ്റമുണ്ട്. സാധാരണക്കാരന് ക്യാൻസർ അടക്കമുള്ള മാരകമായ രോഗങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നു. അവർക്ക് വേണ്ടി ചികിത്സ ഉറപ്പുവരുത്താനുള്ള പണം പറയുന്നില്ല. 1 കോടി രൂപയാണ് അതിനനുവദിച്ചിരിക്കുന്നത്. അദാനിക്ക് 1500 കോടി, സാധാരണക്കാരനും പാവപ്പെട്ടവൻ 1 കോടി. അത് ആപ്പ് ഡെവലപ്പ് ചെയ്യാം. PM ശ്രീ അറബിക്കടലിൽ ഇടുമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ഒരു മന്ത്രി അന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ട്, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്താൽ PM ശ്രീ അറബിക്കടലിൽ ഇടുമെന്ന് പറഞ്ഞിട്ട് അവൻ അറബിക്കടലിൽ ആ വോട്ടർമാർ കാത്തിരിക്കുന്നില്ല. കാരണം ആളുകൾക്ക് അറിയാം ഈ വാക്കിന്റെ വില എത്രയായിരിക്കുമെന്ന്. ഇത് പൂർണ്ണമായി നട്ടല് സംഘപരിവാര രാഷ്ട്രീയത്തിന് വേണ്ടി വളഞ്ഞു വളഞ്ഞ് പൊട്ടിപ്പോവും. അത്രയും അപകടമായ സാഹചര്യത്തിലാണുള്ളത്. MG യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിട്ടുള്ളത് സംഘപരിവാര സംഘടനയുടെ, അധ്യാപക സംഘടനയുടെ നേതാവിനെ VC ആയിട്ട് നിയമിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിലാണ്. അഭിപ്രായമില്ലേ? എന്റെ ഗവർണറോട് ഏറ്റുമുട്ടാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് തലകുനിച്ചു നിൽക്കുകയാണ്. മാത്രമല്ല 19ഓളം വരുന്ന സംഘപരിവാറുകാരെ ആ സെനറ്റിലേക്ക് നിയമിച്ചപ്പോൾ ഒരു ശബ്ദം പോലും ഉയർത്താൻ തയ്യാറായില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ശബ്ദമുണ്ടോ? ഒന്നും പറയുന്നില്ല. ഗവർണറുടെ സ്വന്തം ആളായിട്ടുള്ള ആളെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിയമിച്ചു. നട്ടല് നിവർത്തിക്കൊണ്ട് അഭിപ്രായം പറയണം. ഈ പറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തില് ഹലാലായി പോയോ? സമയം കഴിഞ്ഞു. അദാനിക്ക് വേണ്ടി ഇവിടെ ഭരിക്കുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയുടെ മറവിൽ മോദിയുടെ ഗ്യാരണ്ടി നടപ്പിലാക്കി. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? അപ്പോ ഇങ്ങനെയാണ് പണി കൊടുക്കേണ്ടത് കേട്ടാ. എല്ലാവരുടെ മുന്നിൽ വലിച്ചു കീറി അങ്ങ് ഒട്ടിക്കണം. ഇപ്പൊ കുറെ കോൺഗ്രസ്സുകാർ, കുറെ അടിമകൾ വന്നിട്ട് ഇങ്ങനെ കമന്റ് ചെയ്യുന്നു കേട്ടാ, നീ എന്നാടാ കമ്മിയായത് എന്നുള്ളത്. എന്റെ പൊന്നു മക്കളെ, ഞാൻ കമ്മിയോ കൊങ്ങിയോ ലുങ്കിയോ ഒന്നും അല്ലടേ. ഞാൻ പൗരനാടാ, പൗരൻ. ഇന്ത്യയിലെ ഓരോ പൗരന്മാരും പറയേണ്ട കാര്യങ്ങൾ ഇരുന്ന് കൊണക്കിയാണ്. നിന്റെ തലയിലോട്ട് അത് കേറൂല. കാരണം നിങ്ങൾ അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സമയത്ത് അവരെ എത്രത്തോളം ക്രൂശിച്ചൊരു മനുഷ്യനാണ് ഞാൻ. പ്രതിപക്ഷത്തിരിക്കണം നമ്മള്, പൗരന്മാരായിട്ട് തുടരണം നമ്മള്. നിങ്ങൾ ആവശ്യമില്ലാതെ ആ കൊടിയും പിടിച്ചുകൊണ്ട് ഓരോ ഊളത്തരങ്ങൾ പറയരുത്, മണ്ടത്തരം പറയരുത്. നിങ്ങൾ പിടിക്കുന്ന കൊടിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സത്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാർ ചെയ്യുന്ന തെറ്റുകൾ പോലും ചൂണ്ടിക്കാണിക്കാനുള്ള ആർജവം കാണിക്കണം. നിങ്ങൾ ജയിപ്പിച്ചു വിട്ട മുഖ്യമന്ത്രി നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ്യമന്ത്രി മാത്രമല്ല. എന്നാലും പറയാ, നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തെങ്കിലും മണ്ടത്തരം കാണിക്കുന്നുണ്ടെങ്കിലോ തെറ്റ് കാണിക്കുന്നുണ്ടെങ്കിലോ അത് ചൂണ്ടിക്കാണിക്കാനും കൂടിയുള്ള ആർജവം ആ കൊടി പിടിക്കുന്ന കരങ്ങൾക്ക് വേണം. തൂക്കി ചുവന്ന കരങ്ങളോടെ
ആ പാട്ടിന്റെ അർത്ഥം അറിയില്ല, കുറെ എണ്ണം കിടന്നിട്ട് ഇതാവുന്നുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടാ. പരമാവധി ഷെയർ ചെയ്തോളി. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ്.